തോൽക്കുമെന്ന് ഉറപ്പിച്ച വിഡ്ഢികളാണ്, തോൽക്കാൻ ഒരുപെട്ട വിഡ്ഢികളാണ് സ്വയം ധൈര്യമില്ലാത്ത വിഡ്ഢികൾ, അറിവില്ലാത്ത വിഡ്ഢികൾ. ധൈര്യമില്ലാത്തതെന്നുകൊണ്ട് പൂർണ്ണ അറിവില്ലാത്തതുകൊണ്ട് സ്വന്തം വൃത്തികെട്ട തന്തയുടെ തള്ളയുടെ റീട്ടാർഡ് നേച്ചർ അറിയില്ലായ്മ, അതുപോലെ സ്പൂൺ ഫീഡിങ് അനുകരിച്ച് ഇവർ ശോഷിച്ച വാക്കുകൾ പറഞ്ഞ് കേട്ട് കേട്ട് വിഡ്ഢിത്തം പറഞ്ഞ് അങ്ങനെ ഞാൻ പറയാറില്ല. അപ്പം എനിക്ക് പറയാം, ഞാൻ എൻ്റെ പാലിയും പോകണില്ലേ. അപ്പം എനിക്ക് അവരുടെ പറയിപ്പിച്ച് പറയണവരെ വിഡ്ഢികൾ കുരുട്ട് മോത കണ്ടറിയില്ലാത്തല്ലേ, കുമ്മുട്ടിയും കോലാലും അവർ ഇത് പറയിപ്പിച്ച് പറയുന്നതാണോ? ക്യാമറയുടെ മുന്നിൽ ഗോഷ്ടി കാണിക്കണ വ്യത്യാസം അറിയില്ലേ? ശവപ്പെട്ടി വരെ പൂമഞ്ച് വരെ എനിക്കിങ്ങനെ ശവങ്ങളെയും കുട വയറത്തിയും പെട്ട തലത്തികളൊന്നും വേണ്ടെന്ന്. എന്താ വെച്ചാൽ ഇത്രയ്ക്കും വൃത്തികെട്ടെന്ന് കിടക്കുമ്പോൾ ഇതിന് വേറെ ലൈഫില്ല അവർക്ക്. ഈ ഓൾറെഡി ഉണ്ടായ ലൈഫ് ഈ സോഷ്യൽ തന്തയുടെ നല്ലൊരു റിട്ടാർഡേഴ്സർ അനുകരിച്ച് ജീവനില്ലാത്തത് ആരാധിച്ച് നശ്വരമായ സ്ത്രീകളെയും ഹ്യൂമൻസിനും മൃഗങ്ങളെയും എരുമേനെയൊക്കെ ആരാധിച്ച്, എരുമയാണ് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ല, തമ്മിൽ റെസ്പെക്റ്റ് കൊടുക്കാണ്ട് തമ്മിൽ കുഴിയിൽ ചാടിച്ച് അലിവില്ല ഒന്നുമില്ല. ഈ വെഡിത്തം അവറുകൾ ചവറുകൾ എന്ന് പറഞ്ഞ് ജീവനില്ലാത്തത് കഴിച്ച് നടന്ന് കുമ്മുട്ടി മോഹൻലാൽ കുഞ്ചുവാര്യർ പോലത്തെ വെട്ടികൾ എന്തെങ്കിലും പറയിപ്പിച്ച മാത്രം പറയും. പാതിരികളുടെ ആവശ്യമില്ലെന്ന് പറയുമ്പോൾ ആ വേഷം കെട്ടി പളഞ്ഞ മോന്ത നോക്കി അവരുടെ അത് എൻ്റെ വിളിച്ചത് അതല്ല, കുരുട്ട് മോന്തയും ശരീരപ്രകൃതിയും വൃത്തികെട്ട കുരുട്ട് മോന്ത. അതെന്തെങ്കിലും അടുത്തോടെ പോകണ്ട ഇല്ല. ഈ കുഞ്ചുവാര്യർ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട സ്ത്രീ, ആ സ്ത്രീയും ശോഭന എല്ലാം തന്നെ സെയിം. ഇതിനൊക്കെ ശവപ്പെട്ടിയിൽ കിടക്കുമ്പോഴല്ലോ ഈ ശവമായി ജീവിച്ച വിഡിത്ത മണ്ടൻ ഡയലോഗും പറയിപ്പിച്ചതെല്ലാം ആ പറയിപ്പിച്ച ശവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ അറിയാം എത്ര വൃത്തികെട്ട ഒരു കിടപ്പാന്ന്. മോന്ത കണ്ടാൽ അറിയാം ഒരു തെളിച്ചിലാന്ന്. എല്ലാ കോഹലാലും ജീവിതത്തിന് അർത്ഥമില്ലാന്ന് പറഞ്ഞ കോപ്പി വൃത്തികെട്ട ശവങ്ങൾ. സ്വന്തമായിട്ട് ജീവിക്കാനും സ്വന്തമായിട്ട് പറയാനൊന്നും അറിയില്ല. ക്രിസ്ത്യാനിറ്റി എല്ലാം ഉണ്ടായിട്ടും ശോഷിച്ച ഹിന്ദുസും ശോഷിച്ച റോമൻ കാത്തലിക്സ് ശോഷിച്ച മുസ്ലിംസും നടക്കുന്ന ഈ വെഡ്ഡികൾ ലാസ്റ്റ് ഒരു വടിയായിട്ട് കിടക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഈ വെട്ടിത്തൊക്കെ ചെയ്തിട്ട് ശവപ്പെട്ടിയിൽ കിടക്കേണ്ട കാര്യമുണ്ട് അവർക്ക്. ഓൾറെഡി ശവമായവർക്ക് പറഞ്ഞ് കറക്റ്റായി കിട്ടേണ്ട നേരത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയും മനസ്സിലായിട്ടില്ല, അങ്ങനെ ഇനിയും കിട്ടും. ഇങ്ങനെ ജീവിച്ച് നടന്നോ, ഡ്രസ്സ് മാത്രം ഇട്ടിട്ട് വൃത്തികെട്ട ശരീരം കണ്ടോ കുഞ്ചുവാര്യരുടെയും കുമ്മുട്ടിയുടെയും ഈ ക്രോസമ പോലത്തെ വിഡ്ഢികളുടെ കോപന ഈ വൃത്തികെട്ട ശരീരം കൊണ്ട് ശവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ അറിയാം ഒരു മ്ലാനമായ ജീവിതം ജീവിച്ചായിരുന്നു. അതൊക്കെ മനസ്സിലാക്കണം. അത് പറയുമ്പോൾ അറിയാം ഈ വളഞ്ഞ നാവുകൊണ്ട് വളഞ്ഞ വാക്കുകൾ പറയില്ലേ, വിവരമുള്ള കാര്യങ്ങൾ പറയും, ഇങ്ങനത്തെ വാക്കുകൾ പറയാറില്ലേ. മുഖത്ത് നോക്കി സംസാരിക്കാറില്ല ഈ വെഡ്ഡികൾക്ക് അന്നേ തൊട്ട്. അപ്പോൾ ഇപ്പം മനസ്സിലാവണ്ടേ എവിടെ ഏത് രീതിയിൽ എവിടെയൊക്കെ കിടക്കണമെന്ന് വെഡ്ഡികൾ. ആയിരുന്നു കുട്ടി സ്വന്തം ഭർത്താവ് വരെ ഡൈവോഴ്സ് ചെയ്തിട്ട് ഈ കുഞ്ചുവാരി പറഞ്ഞാൽ ഈ വെഡ്ഡി സ്ത്രീക്ക് നാണം അവരെങ്ങനെ ജീവിക്കാൻ. ബാക്കിയുള്ള ആണുങ്ങളെ കൊണ്ട് സംഭോഗം ചെയ്യിപ്പിച്ചിട്ട് വൃത്തികെട്ട വേശ്യ എന്ന് പറയണം ഈ കുഞ്ചുവാരിയും കോലരും. എന്നിട്ട് കുറേ വിഡ്ഢികൾ ഈ വൃത്തികെട്ട ശവങ്ങൾക്ക് കമൻ്റ് ഇട്ട് വൃത്തികെട്ട രീതിയിൽ പുകഴ്ത്തിയിട്ട് ഈ അവർ ജീവനുള്ള ദൈവത്തിന് അടുത്തോടെ പോകണല്ലേ. ജീവനുള്ള നശ്വരമായ സ്ത്രീയും നശ്വരമായ മനുഷ്യനും മൃഗങ്ങളെയും നിന്ന് ആരാധിക്കാൻ പാടില്ലേ. ആ വിഡ്ഢിത്തം ചെയ്യണ വിഡ്ഢികളാണ് ഈ കുഞ്ചുവാരിയും കുമ്മൂട്ടിയും പാതിരികളും ജീവനില്ലാത്ത വികാരങ്ങളും. എല്ലാ വിഡ്ഢി ക്യാമറയുടെ മുന്നിലും വിഡ്ഢി പ്രൂഫ് വെച്ചാൽ വിഡ്ഢികളാണെന്ന് മനസ്സിലാക്കി വളഞ്ഞ മോന്തച്ച് ഇൻ്റർവ്യൂ കൊടുക്കുന്നവർ. ഇവരൊക്കെ എന്തിനും ജീവിക്കാമെന്ന് പറയാൻ പറ്റില്ല ഇതിനെ. ഒരു കാര്യം പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാണ്ട് ഈ ശോഷിച്ച് ജീവനില്ലാത്ത ശോഷിച്ച ഹിന്ദുസും ശോഷിച്ച മുസ്ലിംസും ശോഷിച്ച റോമൻ കാത്തലിക്സും പൂർണ്ണ അറിവില്ലാണ്ട് സ്വന്തം വൃത്തികെട്ട തന്തയുടെ മോന്തയുടെയും തള്ളയുടെ മോന്ത ഓർക്കണവർ. തന്തയുടെ തള്ള റീട്ടാർഡ് നേച്ചർ അനുകരിച്ച് സ്പൂൺ ഫീഡിങ് പോലെ അത് മാറാൻ ശ്രമിക്കണം ധൈര്യം ഉണ്ടെങ്കിൽ. അത് തന്നെ അതേപടി അനുകരിച്ച് ശവപ്പെട്ടിയിൽ വരെ പറയും എനിക്കിങ്ങനെയുള്ള വീടുകളെ വേണ്ടെന്ന്. എന്തായാലും അവർ ശവപ്പെട്ടിയിൽ കിടക്കും. എന്തിനത് അവസ്ഥ കാണാം. എല്ലാ കുന്നസൻറ്റും എല്ലാം അതുപോലെ കിട്ടിക്കണം. എല്ലാത്തിനും കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയാം എനിക്ക് നിങ്ങളെ വേണ്ട ആവശ്യമില്ല. എല്ലാ വെഡ്ഡികളും കിട്ടേണ്ട സമയത്ത് കിട്ടുമ്പോൾ വെഡ്ഡിത്തം ചെയ്ത് എത്രത്തോളം അതിനൊക്കെ കാണാം എല്ലാ രീതിയിലും. പിന്നെ എന്താണ് എല്ലാ വക വൃത്തികെട്ട എന്താ പറയുക അവർ. ഞാൻ പറയും അങ്ങോട്ട് ദ്രോഹിക്കുക വാക്കുകൾ ഇങ്ങനെ സംപ്രേഷണം ചെയ്യാൻ കുഴപ്പമില്ല. ചമ്മറം മടഞ്ഞ് വൃത്തികെട്ട രീതിയിൽ വളഞ്ഞ മോന്തിയും വെച്ച് ഒരു തരം മണ്ടൻ ഡയലോഗ് പറയിപ്പിച്ച് പറയണ ഈ വെഡ്ഡികൾ. എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയാമല്ലോ സ്പെഷ്യലാന്ന്. മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയില്ല അന്നേ തൊട്ട്. ആരെന്താ പറയുക ഈ വളഞ്ഞ സാധനങ്ങളെന്താ ഗുഡ്കയും കഴിച്ച് ബീഡിയും വലിച്ചിട്ടുണ്ട്. കാരണം വിഡ്ഢി മോന്തകളുണ്ട്, കുതിര മോന്തകളുണ്ട്, കുരുട്ട് മോന്തകളുടെ കൂടെ ഇരിക്കും. അങ്ങനെ എൻ്റെ ലൈഫിലുണ്ടായിട്ടില്ലേ. എന്നിട്ട് വളഞ്ഞ ഡ്രഗ്സ് അടിച്ച് ഗുഡ്കയും മൂക്കുപൊടിയും വലിച്ച് വളഞ്ഞ മോന്ത കണ്ണാടി പോയി കണ്ടാൽ കുളിച്ചാലും വൃത്തിയാവാത്ത ശരീരം അവരുടെ. എത്ര കുടവേർത്തിയാണ്, എത്ര പെട്ടതലയത്തിയാണ് ഇവർ. ഇത്രയൊക്കെ എത്ര കുള്ളത്തികൾ നാണാവില്ല ഇവർക്ക്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള റെക്കമെൻഡേഷൻ കൊണ്ടൊക്കെ അറപ്പ് തോന്നാം ഈ വൃത്തികെട്ട മോന്തകൾ കാണുമ്പോൾ. ഇത് ദേഷ്യം വന്നിട്ട് പറയണം കുടിച്ചിലൊക്കെ കട്ട് ഗുഡ് കഴിച്ചെടുക്കും. വേറെ ഒരു വിഡ്ഢിനെ സ്വപ്നം കണ്ടിരിക്കുക. വിഡ്ഢികളെ നിങ്ങളെന്താ സ്വപ്നം കാണണേ. തമ്മിൽ റെസ്പെക്റ്റ് കൊടുക്കാത്ത ഒരു ചവറുകൾ അവർ പറയണവർ ഒരു മനസ്സിലാക്കി അറിയാം.
കുടിച്ച് നടക്കുന്ന ലക്ക് കട്ടി വെട്ടിത്തതിൻ്റെ കൈ അടിച്ച് അവൻ കൂട്ടബലാത്സംഗം ചെയ്തു, അവൻ മറ്റേത് ചെയ്തു, ഫാമിലി കൊലപാതകം ചെയ്തു, കുടിച്ചു കത്തിക്കുത്ത് നടത്തി. ഇവിടെ അയ്യെന്ന് പറയും ഈ സ്റ്റോറിയിൽ ആ വെട്ടി ക്യാമറയുടെ മുന്നിൽ ഒരു 120 വർഷം മുമ്പ്, അതിന് മുമ്പ് ആരും ജീവിച്ചിട്ടില്ലേ, അതിന് മുന്നിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ മണ്ടൻ ഡയലോഗ് അടിക്കുമ്പോൾ ശരിക്കുള്ള ചിത്രത്തിലുള്ള അവരുടെ ചിത്രത്തിലില്ല. എന്നിട്ട് ഇങ്ങനെ മണ്ടൻ ഡയലോഗ് അടിച്ച് പറഞ്ഞ് ഈ വെഡ്ഡി പ്രൂഫ് വെച്ചിട്ട് എന്ത് അർത്ഥം ഈ പറഞ്ഞ സ്വന്തം അവഹേളിച്ച്, സ്വന്തം നാവ് സ്വയം അവഹേളിച്ച്. ഞാൻ പറയുന്നത് പൂർണ്ണ അറിവോടെ സംസാരം വരണേ. സ്വയം വെഡ്ഡി എന്ന് വിളിക്കാൻ വരെ, മന്ദബുദ്ധി എന്ന് വിളിക്കാം ഇങ്ങനെയുള്ള വെഡ്ഡികളെ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ശവം എന്ന് വിളിക്കാം. ശവം പോലെ വെഡിത്തം ശോഷിച്ച അവസ്ഥയിൽ മുഴുകണമുണ്ട്. എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത വിവരമുള്ള കാര്യങ്ങൾ വരില്ലേ. എന്നിട്ട് ഈ വെഡ്ഡികൾ സ്വയം അവഹേളിച്ച്, സ്വന്തം ശോഷിച്ചാവസ്ഥ സ്വന്തം നാവുകൊണ്ട് കാണിച്ച് അന്നേ തൊട്ട് അരുന്ന് കുട്ടി ചത്തുണ്ട്. ആ അരുന്ന് കുട്ടി വാങ്ങൽ ഇനിയും വേണമെന്ന് നിർബന്ധവും മന്ദബുദ്ധിത്വമുള്ള ഈ വെഡ്ഡികളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പം മനസ്സിലാവണ്ടേ ഏതൊക്കെ മുക്കിലും മൂലയിലേക്ക് കിടക്കുന്നുണ്ടെന്ന് ഈ വെഡ്ഡികൾ. എല്ലാ വക വൃത്തികെട്ട കൂങ്കുളർന്ന് ആ വൃത്തികെട്ട പാർവതി ഒരു വൃത്തികെട്ട സാധനം ഉണ്ടല്ലോ. അതിൻ്റെ മോന്ത കണ്ടാലോ എത്ര ഡ്രഗ്സ് അടിച്ച് എത്ര ആണുങ്ങളോട് വേശ്യത്തരം ചെയ്തിട്ട് വൃത്തികെട്ട രീതിയിൽ അത് ശവപ്പെട്ടി ആകുമ്പോഴല്ലോ, ശവപ്പെട്ടി വരെ പറയും കത്തിച്ച് കളയേണ്ട ആവശ്യമില്ല. അതിന് ഇങ്ങനെ ഒരു സാധനത്തിന് എനിക്ക് ആവശ്യമില്ലാന്ന്. ഒരു ലൈഫുള്ളത് വൃത്തികെട്ട ശോഷിച്ച അവസ്ഥയിൽ സ്വന്തം തന്തയായിട്ടുള്ള റീട്ടാണ് ഈശ്വരൻ അനുകരിച്ച് ആ വൃത്തികെട്ട ഒരു മോന്ത പതിപ്പിച്ച് വെച്ചൊക്കെയാണ് വീട്ടിൽ ക്യാമറയുടെ മുന്നിൽ ഗോഷ്ടി കാണിക്കാൻ ഭയങ്കര ഭംഗിയാന്ന് തരാം. ഈ വൃത്തികേട് ചെയ്യുമ്പോൾ കിടന്ന ഒരു വൃത്തികേടും വേശ്യത്തരം ചെയ്യുമ്പോൾ മണ്ടൻ ഡയലോഗ് ആരും പറയിപ്പിച്ച് മാത്രം പറയുമ്പോൾ നാണ പോലെ വെട്ടികളെ ഞാൻ ജീവിക്കാമെന്ന് പറയാൻ പറ്റില്ല അതിനെ. ശാപം.